എന്താണുള്ളത്? അതിലെ നൂറ എന്റെ ഫ്രണ്ട് ആണോ? ഞാൻ നൂറയുടെ സീനിയർ ആയിട്ട് പഠിച്ചാണോ? നൂറ എന്റെ ജൂനിയർ ആണോ? ഞാനും നൂറയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇപ്പൊ ഒരു ദിവസം കൊണ്ട് ആദിലേക്ക് കിട്ടിയിരിക്കുന്നുണ്ടോ 2,10,670. നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞാൻ എൻ്റെ ചാനലിൽ എനിക്ക് ഇഷ്ടമുള്ളവരെ സപ്പോർട്ട് ചെയ്യും. ആ ഫേക്ക് ഐഡിയിൽ നിന്ന് അനുവിന് അയക്കുന്ന മെസ്സേജിന്റെ പിന്നിലും ഇതേപോലെ എനിക്ക് വരുന്ന കമന്റുകൾ, എനിക്ക് വരുന്ന മെസ്സേജിന്റെ പിന്നിലും ആരൊക്കെയാണെന്നുള്ള അതൊക്കെ മനസ്സിലായി. അപ്പോൾ നിങ്ങളുടെ ബിഗ് ബോസ് കളിയൊക്കെ ഉണ്ടല്ലോ, ബിഗ് ബോസ് വീടിന്റെ അകത്ത് മതി. പുറത്തൊക്കെയാണ് രേണുവിന്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ളത്. ഇപ്പോൾ ഇതുപോലെ താഴെ വന്ന് നെഗറ്റീവ് കമന്റ് ഇട്ടിട്ട് അവിടെ പോയിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുമല്ലോ പകൽമാനിമാർ ആരൊക്കെയാണെന്ന് നമുക്ക് അറിയാലോ. അതിന് വേണ്ടിയിട്ടാണ് അതിലെ നൂറയും കൂടി അത്രമാത്രം ചെറ്റത്തരം അനുവിനോട് കാണിച്ചത്. അവിടെ അത് അനുഭവിച്ച അനു മാത്രമാണ്. അത് ആരൊക്കെയാണെന്ന് അറിയണ്ടേ? ദേ ഞാൻ അവരുടെ ഫോട്ടോ വെക്കട്ടോ. അനുവിന്റെ മൂട് താങ്ങി, അനുവിന്റെ പാവാട വള്ളി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊക്കെ തന്നെ എന്നെ കളിയാക്കുന്നു. അത് ഫേക്ക് ഐഡിയിൽ നിന്നാണ് അനുവിന് പോയിരിക്കുന്ന മെസ്സേജ്. കഴിഞ്ഞ ദിവസം കേട്ടോ, 2 ദിവസം മുമ്പ് അനു എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങളായാലേ നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ട്. അപ്പം എന്നോട് എല്ലാവരും ചോദിക്കുന്നത് എന്ത് പറ്റി ചേച്ചി എന്ന്. നിങ്ങളെല്ലാം എന്നോട് പറഞ്ഞ രേണുവിൻ്റെ വീഡിയോ ചെയ്യരുതെന്ന്. അതുകൊണ്ട് ഞാൻ വീഡിയോ ആയിട്ട് വന്നില്ല. അപ്പോൾ എന്നോട് ഇപ്പോൾ എല്ലാവരും ചോദിക്കുക, കുറേ ദിവസമായല്ലോ എന്ത് പറ്റി വീഡിയോ ആയിട്ട് വരാത്തേന്ന്. വീഡിയോ പ്രത്യേകിച്ച് കണ്ടന്റുകളും പ്രത്യേകിച്ചൊന്നും ഇല്ല. രേണു തന്നെ ഇങ്ങനെ കിടന്ന് ഓരോന്ന് ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കസിൻ ബ്രോയെ വെച്ചിട്ട് പുള്ളിക്കാരി തന്നെ ഓരോ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു, എല്ലാവരും അത് റിയാക്ട് ചെയ്യുന്നു. ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വലിയ താല്പര്യമില്ല രേണുവിനെ കുറിച്ച് സംസാരിക്കാനായിട്ട്. രേണുവിൻ്റെ കള്ളത്തരമൊക്കെ നമ്മൾ പൊളിച്ചടുക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും വീണ്ടും നാണല്ലാണ്ട് രേണു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യട്ടെ. ഇപ്പോൾ പട്ടാളക്കാരനെയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. രേണുവിന് അറിയില്ല പട്ടാളക്കാരൻ എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം ബഹുമാനത്തോടു കൂടി ആദരവോടുകൂടി നമ്മൾ കാണുന്നതെന്നുള്ളത്. രേണു അത് വളരെ തമാശപൂർവ്വം കണ്ടിട്ട് വേറെ പണി വാങ്ങിച്ച് വരുത്താൻ വേണ്ടിയിട്ടൊക്കെ ഓരോന്ന് ഒപ്പിക്കട്ടെ അവിടെ കിടന്നിട്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര തിരക്കിലായിരുന്നു. ബിസിനസിന്റെ കാര്യത്തിലും ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അതുകൊണ്ടാണ് വരാതിരുന്നത് കേട്ടോ വീഡിയോ ആയിട്ട്. പിന്നെ വേറൊരു സംഭവം കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ സംഭവം എന്താണെന്നുള്ളതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ 2 ദിവസത്തിനുള്ളിൽ, 3-4 ദിവസത്തിനുള്ളിൽ അറിയിക്കാം. അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒട്ടപ്പാച്ചലായിരുന്നു. വെള്ളം കുടിക്കാൻ പോലുള്ള സമയമില്ല. അതുകൊണ്ടാണ് വീഡിയോ ആയിട്ടൊക്കെ വരാതിരുന്നത്. അപ്പോൾ ഇപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചല്ലോ, അവർ കണ്ടന്റ് വരെ എനിക്ക് അയച്ചു തന്നു. കണ്ടന്റ് ഇത് ചെയ്യൂ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ. അത് രേണുവിൻ്റെയൊക്കെ വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പോൾ കണ്ടന്റ് അയച്ചു തന്നവർക്കൊക്കെ താങ്ക്സ്. അപ്പോൾ നമ്മൾ രേണുവിനെ കുറിച്ചല്ല കേട്ടോ ഈ വീഡിയോ. രേണുവിനെ കുറിച്ച് കുറേ വീഡിയോസ് ചെയ്യാനുണ്ടെങ്കിലും എനിക്ക് താല്പര്യമില്ല സ്ത്രീയെക്കുറിച്ച് സംസാരിക്കാൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2-3 കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഒന്ന്, അതിലെ നൂറ എൻ്റെ ഫ്രണ്ട് ആണോ? ഞാൻ നൂറയുടെ സീനിയർ ആയിട്ട് പഠിച്ചാണോ? നൂറ എൻ്റെ ജൂനിയർ ആണോ? ഞാനും നൂറയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. അതൊന്നൊരു ക്ലാരിഫിക്കേഷൻ തരാമെന്ന് കരുതി. മറ്റൊന്ന്, എൻ്റെയും അനുമോളുടെയും സൗഹൃദം അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു വീഡിയോ കണ്ട ശേഷം ചിലർക്കൊക്കെ ഒരു സങ്കടം, ആ സങ്കടം പല രീതിയിലാണ് എന്നോട് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ തരാമെന്ന് കരുതി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഹൈപ്പ് ഉള്ളവരൊക്കെ ആണെങ്കിൽ ഹൈപ്പ് ഒന്ന് അടിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ആദില നൂറ കഴിഞ്ഞ ദിവസം കേട്ടോ, 2 ദിവസം മുമ്പ് അനു എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്ക്രീൻഷോട്ടാണ് അത്. ഞാനിവിടെ വെക്കുന്നൊന്നുമില്ല. അതിലുള്ള കണ്ടന്റ് എന്ന് പറയാം, മെസ്സേജ് എന്താണെന്ന് പറയാം. അനുവിന് ആരോ അയച്ചു കൊടുത്തൊരു മെസ്സേജാണ്. ഞാൻ നൂറയുടെ സീനിയർ ആയിരുന്നു എന്ന്, നൂറയുടെ കൂടെ പഠിച്ചതാണ്. അപ്പോൾ നൂറേനെ എനിക്ക് നേരിട്ട് അറിയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് വളരെ തമാശയായിട്ടാണ് കണ്ടത്. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ നൂറേനെ കണ്ടിട്ടില്ല. ബിഗ് ബോസിൽ എത്തിയപ്പോഴാണ് നൂറ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് കാണുന്നത്. ഇനിയിപ്പോൾ കാണാനും പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. നേരിട്ടും കാണണമെന്ന് ഒട്ടും ആഗ്രഹമില്ലാത്ത വ്യക്തിയാണ് നൂറ. നൂറിനെ എനിക്കറിയില്ല, സീരിയസ്ലി എനിക്കറിയില്ല. ഞാൻ നൂറ് പഠിച്ച കോളേജിലും അല്ല പഠിച്ചത്. ഞാൻ പഠിച്ച കോളേജ് ഞാൻ അനുവിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങളോട് പറയാത്തത് ഞാൻ ഒരു പക്ഷേ നാളെ നിങ്ങൾ ബാക്കിയെല്ലാവരും പറയും നൂറ് പഠിച്ചത് ഇതേ കോളേജിലാണെന്ന് പറയും. പക്ഷേ നൂറ് എവിടെയാണ് പഠിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും കേരളത്തിൽ എറണാകുളം ജില്ലയിലുള്ള ഒരു കോളേജിലാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അതിൽ എനിക്ക് വന്ന കമൻറ്റ് ഞാനിവിടെ വെക്കാം കേട്ടോ. ഇത് തന്നെയാണ് അനുവിനോട് ആരോ പറഞ്ഞു അയച്ചിട്ടുണ്ടായിരുന്നത്. എന്നോട് ഒരാൾ പറഞ്ഞിരിക്കുകയാണ്, എനിക്കൊരാൾ അയച്ചിരിക്കുന്ന കമൻറ്റാണ് കേട്ടോ. എക്സ്ട്രീംലി ഹാപ്പി ടു സി ബോത്ത് ഓഫ് യു ഗൈസ് ടുഗദർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഹാർട്ടൊക്കെ. മോളുടെ ജൂനിയർ ആയിരുന്നോ ബിഗ് ബോസ് നൂറാന്ന്? ആര്യ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് എനിക്ക് കമൻറ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ആര്യയോടും പിന്നെ ഇതുപോലെ ഡൗട്ടുള്ള ഒരുപാട് പേരുണ്ട്. എനിക്കറിയില്ല ഇതിങ്ങനെ ഈ ഒരു വിഷയം വന്നോന്ന് എനിക്കറിയില്ല. നൂറയുടെ കൂടെ അല്ല ഞാൻ പഠിച്ചത്. അല്ലെങ്കിൽ ആര്യ അടുത്താണെങ്കിലും ആര്യനെ പോലെ ഇതുപോലെ ഡൗട്ടുള്ള കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഞാൻ നൂറയുടെ കൂടെ അല്ല പഠിച്ചത്. നൂറയുടെ സീനിയർ ആയിട്ടോ അല്ലെങ്കിൽ നൂറേൻ്റെ ജൂനിയർ ആയിട്ടോ അല്ല. എൻ്റെ ലൈഫിൽ ഞാൻ നൂറേനെ കണ്ടിട്ടില്ല. പിന്നെ ഇത് 2 ദിവസം മുമ്പുണ്ടല്ലോ അനുവിനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് ഫേക്ക് ഐഡിയിൽ നിന്നാണ് അനുവിന് പോയിരിക്കുന്ന മെസ്സേജ്.
നൂറയുടെ കൂടെയാണ് ഞാൻ പഠിച്ചത്. ബബിത അതെൻ്റെ പേര് പോലും കറക്റ്റ് ആയിട്ടല്ല പറയുന്നത്. ബബിത എന്ന് പറയുന്ന ഒരു കുട്ടി അനുവിൻ്റെ നൂറയുടെ കൂടെയാണ് സീനിയർ ആയിട്ടാണ് പഠിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തൊക്കെയോ ഒരു മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. അനു എനിക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്നും വെക്കുന്നില്ല, അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അത് ഞാൻ അനുവിനോട് കൊടുക്കുന്ന റെസ്പെക്ട്, കാരണം എന്നെ വിശ്വസിച്ച് പറഞ്ഞല്ലേ. ഒരു സൗഹൃദം എന്ന് പറയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വിശ്വാസമാണല്ലേ. അപ്പോൾ എന്നെക്കുറിച്ച് ഒരാളിങ്ങനെ പറഞ്ഞപ്പോൾ അനു അത് അപ്പം തന്നെ എന്നോടാണ് പറയുക. ഞാനത് ഡിസ്കസ് ചെയ്തേ, എടാ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് എന്താണ് എന്നുള്ളത്. ഞാൻ അനുവിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, എൻ്റെ പേര് ബബിത എന്നല്ല, എൻ്റെ പേര് വിബിത എന്നാണ്. അനു അത് ചോദിക്കുന്നുണ്ട്, ഏത് വിബിത എന്ന് ചോദിക്കുമ്പോൾ ആ വ്യക്തി പറയാണ്, ഉണ്ണിക്കണ്ണനെ തന്നില്ലേ ആ ബബിത എന്ന്. അതായത് നമ്മൾ ഉണ്ണിക്കണ്ണനെ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അനുമോൾക്ക്. നമ്മുടെ എല്ലാ പ്രേക്ഷകരുടെയും വകയായിട്ടാണ് കൊടുത്തത്. ഞാൻ അനുവിൻ്റെ ഒരു ഫാൻ പേജിൽ നിന്നാണ് ആ ഒരു ഫോട്ടോ കണ്ടത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അനുവിനെ നേരിട്ട് കാണുമ്പോൾ അത് കൊടുക്കാമല്ലോ എന്ന് കരുതി. അങ്ങനെയാണ് ഞാൻ ആ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ എല്ലാവരും കൂടിയാണല്ലോ കൊടുത്തത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഞാൻ സർപ്രൈസ് ആയിട്ടൊന്നും വെച്ചിട്ടില്ല. ഞാൻ നിങ്ങളെയൊക്കെ കാണിച്ച് നമ്മളെല്ലാവരും കൂടി അല്ലേ അത് പാക്ക് ചെയ്തത്, നമ്മളെല്ലാവരും കൂടി അല്ലേ അത് അനുവിൻ്റെ കൊണ്ടുപോയി അനുവിൻ്റെ കൈ കൊടുത്തതും ഒക്കെ. ഞാനത് അങ്ങനെയാണ് കേട്ടോ കാണുന്നത്. ആ ഫോട്ടോ ക്രിയേറ്റ് ചെയ്ത ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ പേര് ഞാൻ വിട്ടുപോയി, പക്ഷെ ആ കുട്ടി എന്നെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഒരുപാട് സന്തോഷമായി. ആ ഫോട്ടോ, ആ പിക്ക് ഫ്രെയിം ചെയ്ത് അവനോട് കൊടുത്തല്ലോ, ഭയങ്കര ഹാപ്പി എന്നൊക്കെ പറഞ്ഞ് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അനുവിനൊരു ഗിഫ്റ്റ് കൊടുത്തല്ലോ. പിന്നെ നമ്മൾ കണ്ടു, സംസാരിച്ചു. അതൊക്കെ കണ്ടിട്ടാണോ, അല്ലെങ്കിൽ ഞാൻ അനുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ഇടുന്നത് കൊണ്ടാണോ ഇങ്ങനെ ഒരു നീക്കം നടത്തുക എന്നൊരു ഡൗട്ട് എനിക്കില്ലാതില്ല കേട്ടോ. അനു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് അന്ന് ഞങ്ങൾ കണ്ടപ്പോഴാണ് നേരിട്ട് കാണുന്നത്. അത് നിങ്ങളെല്ലാവരും കാണിച്ചല്ലോ. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചു, നിങ്ങൾ ആദ്യമായിട്ട് തന്നെ കാണുന്നത് ഭയങ്കര മുമ്പ് നല്ല പരിചയമുള്ള പോലെ ആണല്ലോ എന്ന്. സീരിയസ്ലി അല്ല, അനു നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ലേഡിയാണ്, ഞാനും നല്ല ഫ്രണ്ട്ലിയാണ്. അപ്പോൾ രണ്ട് നല്ല ഒരേ വൈബുള്ള രണ്ട് പേര് നേരിട്ട് കണ്ടാൽ എങ്ങനെ ഇരിക്കും, പക്ക നല്ല ജില്ലായിട്ട് പോകില്ലേ. അതാണ് നിങ്ങൾ കണ്ടത്. അല്ലാതെ ഞങ്ങൾ നേരിട്ട് ഇതിനു മുമ്പ് പരിചയമൊന്നുമില്ല. പിന്നെ ഫോണിൽ കൂടെ സംസാരിച്ചും ഒക്കെ പരിചയമുണ്ട്. ഇപ്പോൾ അതും ഞാനിപ്പോൾ അനുവിനെക്കുറിച്ച് ഒരുപാട് പോസിറ്റീവ് വീഡിയോ ഇട്ടിട്ട് അനുവിൻ്റെ മൂഡ് താങ്ങി, അനുവിൻ്റെ പാവാട വള്ളി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊക്കെ തന്നെ എന്നെ കളിയാക്കി നിങ്ങൾ എല്ലാവരും അല്ല കേട്ടോ, കുറച്ച് പേര് എന്നെ കളിയാക്കി അങ്ങനെയാണ് അനുവായിട്ടുള്ളൊരു കണക്ഷൻ എനിക്ക് വരുന്നതും അനുവിനെ കോണ്ടാക്ട് ചെയ്യുന്നതും ഞങ്ങൾ സംസാരിക്കുന്നതും പിന്നെ നേരിട്ട് കാണുന്ന ആ ഒരു അവസ്ഥയിലേക്ക് സിറ്റുവേഷനിൽ വരെ എത്തിയത് അങ്ങനെയാണ്. ഇപ്പം നല്ല രീതിയിൽ പോകുന്നു, അതങ്ങനെ തന്നെ പോട്ടെ. പക്ഷെ അത് ദഹിക്കാത്ത കുറച്ച് പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ നല്ല സൗഹൃദം. പിന്നെ ഞാൻ എല്ലാ ബന്ധത്തിനും ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരാളാണ്. അത് സൗഹൃദം ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ബാക്കി എന്തോ ആയിക്കോട്ടെ, എല്ലാ റിലേഷനും ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്. അവർക്ക് അവരുടേതായ ഫ്രീഡം അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു സ്പേസ് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഒരാളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ, ഒരാൾക്കതൊരു ബുദ്ധിമുട്ടാ തോന്നുകയാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും. നിങ്ങളായിട്ടത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിലൂടെ നൂറയുടെ എൻ്റെ ലൈഫിൽ ഞാൻ അവരെ കണ്ടിട്ടില്ല, അവരോട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല, അവരെ ഞാൻ ഫോളോ ചെയ്യുന്നില്ല, ഒന്നുമില്ല. പിന്നെ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഈ വ്യക്തികൾക്ക് ആദിലെ നൂറയും അനുവിനെ ഒന്നിപ്പിക്കാൻ എന്തൊക്കെയോ ഒരു ആഗ്രഹമുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അനുവിനോട് ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് അനു പറഞ്ഞൊരു കാര്യമാണ്, വിപിത ഞാൻ കളിക്കാനാണ് പോയത് ബിഗ് ബോസിൽ, സമ്മതിച്ചു. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ ആ കുട്ടികളെ എൻ്റെ അനിയത്തിമാരെ പോലെയാണ് കണ്ടത്. എനിക്ക് അവർ രണ്ടുപേരും ഭയങ്കര ഇഷ്ടമായിരുന്നല്ല, ഇപ്പോഴും എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഞാൻ അനുഭവിച്ചത് അത് എനിക്കേ അറിയുള്ളൂ. ആ അനുഭവം, ആ വിഷമം എൻ്റെ ഇത് മാറാതെ എനിക്കൊന്നും പറ്റില്ല. ഞാൻ അനുവിനോട് കൂടാനൊന്നും അല്ല പറഞ്ഞത്, ഞാൻ ജസ്റ്റ് ചോദിച്ചു, എടാ എന്താണെന്ന് ജസ്റ്റ് ചോദിച്ചപ്പോൾ അനു പറഞ്ഞൊരു കാര്യമാണ്. എനിക്ക് 100% ഞാൻ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നു ആ കാര്യത്തിൽ. കാരണം നമ്മൾ കണ്ടതാണ്, അനു അവിടെ അനുഭവിച്ചത് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടാണ് അല്ലേ. ഒരു ഗെയിം വിജയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടോപ്പ് 5 എത്താൻ വേണ്ടിയിട്ട് ഒരു സുഹൃത്തിനോട് കാണിക്കാൻ പറ്റാത്ത അത്രയുള്ള ക്രൂരതകൾ അനുവിനോട് കാണിച്ചു. എന്തൊക്കെയോ പിടിച്ചു വലിച്ചു വാങ്ങിക്കാൻ വേണ്ടി, എന്തൊക്കെയോ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിലെ നൂറയും കൂടി അത്രമാത്രം ചെറ്റത്തരം അനുവിനോട് കാണിച്ചത്. അവിടെ അത് അനുഭവിച്ച അനു മാത്രമാണ്. അനു പുറത്തു നിന്ന് നമ്മൾ കണ്ട് കുറേ പേർക്കൊന്നും അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അനു അനുഭവിച്ച ആ വിഷമം, അനുവിനെ സ്നേഹിച്ച കുറേ പേരുടെ മനസ്സിൽ അത് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അനുഭവിച്ച ആൾക്ക് എന്തുമാത്രം സങ്കടം ഉണ്ടാകും. അപ്പോൾ അനു എന്നോട് പറഞ്ഞെന്താ വെച്ചാൽ, അതെനിക്കൊരു ടൈം വേണം, ആ ടൈം കഴിഞ്ഞാൽ ഓക്കെ ആണെങ്കിൽ ഓക്കെ ആകും, അതെനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. 100% ഞാൻ അനുവിനോട് അനുവിൻ്റെ ആ വാക്കുകൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് അനുഭവിച്ചവർക്കേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. അപ്പോൾ അനുവും അതിലെയും നൂറയും ഒന്നിപ്പിക്കാൻ വേണ്ടി ആരൊക്കെ എന്നോട് കളിക്കുന്ന പോലെ എനിക്ക് തോന്നി. അതിന് എന്നെ എന്തിനാണ് നിങ്ങൾ കരുവാക്കുന്നേ? ഞാനും അനു തമ്മിൽ ഒരു കണക്ഷനും ഇല്ല, ഒരു കോംബോയും ഇല്ല, ഒരു കണക്ഷനും ഇല്ല. എക്സ്ട്രീമലി ഞാൻ വേറൊരാളാണ്.
ഇവരായിട്ട് യാതൊരു കണക്ഷൻ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഇവിടെ ഞാൻ വീഡിയോ ചെയ്ത് എൻ്റെ ബിസിനസ് എൻ്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ ഇവരുടെ ഇടയിൽ പെടുത്തല്ലേ ദൈവത്തെ ഓർത്ത്. ആദില, നൂറ എന്ന് പറയുന്ന വ്യക്തികളെ ഞാൻ ബിഗ് ബോസിൽ എത്തിയിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ എനിക്ക് അങ്ങനെ കമൻറ്റും കൂടി വന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം അനു പോയിട്ട് അനു എന്ത് പറഞ്ഞാലും അതിനെ വളച്ചൊടിച്ച് മറ്റൊരു രീതിയിലാക്കാൻ വേണ്ടി കുറേ പേര് നടക്കുന്നുണ്ട്. അതാരൊക്കെയെന്ന് അറിയണ്ടേ? ഞാൻ അവരുടെ ഫോട്ടോ വെക്കട്ടോ. ഈ മീഡിയ ഇതുങ്ങളാണ് എന്ത് പറഞ്ഞാലും വളച്ച് തിരിച്ച് മറ്റൊരു രീതിയിലേക്ക് ആക്കിയിട്ട് എത്തിക്കുന്നത്. ഇപ്പോൾ പൊങ്കാലയുടെ കാര്യം പറയുകയാണെങ്കിൽ, പൊങ്കാലയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർ ചട്ടിയും കലമൊന്നുമല്ല, അവിടെ ഭക്തിപൂർവ്വം നിൽക്കുന്ന എത്രയോ അമ്മമാരുണ്ട്. അമ്മമാരുടെയൊക്കെ നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിലുണ്ടല്ലോ, അവർ ചെയ്യുന്ന ആചാരങ്ങളും അവർ ചെയ്യുന്ന ക്രിയകളും ഒക്കെ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും. വെള്ളം തിളയ്ക്കുമ്പോഴാണ്, എപ്പോഴാണ് പൊങ്കാലക്കാലത്തിൽ അരിയിടേണ്ടത്, എങ്ങനെയാണ് ഇടേണ്ടത്, അതിനൊക്കെ ഒരു രീതിയുണ്ട്. ഇതൊക്കെയാണ് നിങ്ങൾ ഷൂട്ട് ചെയ്ത് നാട്ടുകാരിലേക്ക് അല്ലെങ്കിൽ ചാനലിലേക്ക് എത്തിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഷൂട്ട് ചെയ്യണം. ഇതങ്ങനെയല്ല. എക്സ്പോസ് ചെയ്ത് സാരി കൊടുക്കുന്ന അല്ലെങ്കിൽ എന്തൊക്കെ ശരീരഭാഗങ്ങൾ കാണാൻ പറ്റുന്നോ അവരുടെയൊക്കെ മാത്രം ഫോട്ടോസും വീഡിയോസും എടുത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന ചേട്ടന്മാരാണ് ഈ നിൽക്കുന്നത് കേട്ടോ. ഈ ചേട്ടന്മാരുടെ മുഖമൊക്കെ എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്കിത് കിട്ടിയത്. ഇവന്മാരൊക്കെ തന്നെ ആയിരിക്കണം. അനുവിനോട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു പൊങ്കാലയ്ക്ക് വന്നപ്പോൾ. അനു രാഷ്ട്രീയത്തെക്കുറിച്ച് ചോദിച്ചത്. രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ അറിവുമില്ല, അത് വലിയ താല്പര്യമില്ല അനുവിന് രാഷ്ട്രീയം സംസാരിക്കാൻ. പക്ഷെ അനു രാഷ്ട്രീയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിണറായി വിജയൻ സാറിനെ അനുവിന് ഇഷ്ടമാണെന്ന് ഇത് അനു അതിനകത്ത് പറഞ്ഞു. അത് അനുവിൻ്റെ ഇഷ്ടമല്ലേ? അതിന് അനു ഇന്ന പാർട്ടിയാന്നൊക്കെ പറഞ്ഞ് അനു ഞങ്ങള് പൊങ്കാലിടുന്ന പരിപാടിയാണ് ഇപ്പോ. അല്ലാതെ എന്റെ കഴിവോട് കൂടി ഞാൻ ജയിച്ചില്ല, അത് ഞാൻ എവിടെയും പറയും. ഒരിക്കലും എന്റെ കഴിവോട് കൂടി ഞാൻ ജയിച്ചില്ല. ഞാൻ അവിടെ ശരി പോരാടി, ശരി തന്നെയാണ്. പക്ഷേ ജയിക്കണം, വിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകരുടെ സപ്പോർട്ടും വേണം, അവിടെ വോട്ടും വേണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ജയിച്ചത്. അതുപോലെ നമ്മൾ ഇലക്ഷൻ നിൽക്കുന്ന പല ആൾക്കാരും നമ്മൾ ജയിപ്പിക്കുന്നതാണ്. അവർ കയറി പൈസ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടല്ല. നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ പോലും അത് നമ്മുടെ ഇഷ്ടമാണ്, നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത് അല്ലേ. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ല ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല, എനിക്ക് അങ്ങനെ പാർട്ടിയായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല. എനിക്ക് എല്ലാ പാർട്ടിയിലും എല്ലാ ആൾക്കാരും എനിക്ക് ഇഷ്ടമാണ്, എന്നെ എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട്. നല്ലത് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ സപ്പോർട്ടും ചെയ്യും. അത് ഞാൻ ലൈഫിലും സപ്പോർട്ട് ചെയ്യും. ഞാൻ ആരും നോക്കിയിട്ടല്ല ചെയ്യുന്നത്. എൻ്റെ അടുത്ത് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഇപ്പൊ ഈ ഒരു ഇലക്ഷൻ ഉണ്ടായിരുന്നു, ആ സമയത്ത് എൻ്റെ എത്ര പേരെന്ന് പറഞ്ഞു ഇനി ആൾക്ക് വോട്ട് ചെയ്യണേ, ഇനി ആൾക്ക് വോട്ട് ചെയ്യണം. അത് എന്റെ ഇഷ്ടമാണ്, ഞാൻ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്. അത്ര എനിക്ക് പറയാനുള്ളൂ. അത് ഞാൻ ഒരുപാട് മെസ്സേജ് കണ്ടു, കമന്റ്സ് കണ്ടു. ഞാൻ ഈ കമന്റ്സ് മൈൻഡാണല്ലോ. പക്ഷെ ഇന്നലെ എനിക്കറിയാവുന്ന എന്റെ സുഹൃത്തുക്കൾ എനിക്കെടുത്ത് അയച്ചു തന്നു. എന്തിനാ അങ്ങനെ പറയാൻ പോയി? ഞാൻ പറഞ്ഞു എന്റെ ഇഷ്ടമാണ് അതൊക്കെ ഞാൻ പറയുന്നതും പറയേണ്ടാന്നുള്ളത് ഞാൻ പറഞ്ഞു. നമ്മൾ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ അതേപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇടുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളച്ച് ഒടിച്ച് മറ്റൊരു രീതിയിലാക്കിയിട്ട് അവർക്ക് തോന്നിയ രീതിയിൽ. ഇപ്പം അനു പറഞ്ഞ ഈ വാക്കുകൾ നിങ്ങൾ കേട്ടില്ല? ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായി? അനു പറഞ്ഞൊരു കാര്യം വളച്ചൊടിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ടതിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ അനു കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ പോസ്റ്റ് ഇടുമ്പോഴും ഈ ഒരു വീഡിയോ ഇടുമ്പോഴും ആ ചാനൽ ഇട്ടിരിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. ബിഗ് ബോസിൽ എൻ്റെ കഴിവ് കൊണ്ടല്ല ഞാൻ ജയിച്ചത്. ഇതൊക്കെയാണ് അവർ ആ ഒരു ക്യാപ്ഷനായിട്ട് ഇടുന്നത്. നമ്മൾ പറയുന്നത് മറ്റൊരു രീതിയിലൊക്കെ ആക്കിയിട്ട്. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവരിഷ്ടമുള്ള രീതിയിൽ ചെയ്യട്ടെ, അവരുടെ റീച്ചിന് വേണ്ടിയിട്ട് ഓരോ രീതിയിൽ ചെയ്യുന്നില്ല, ചെയ്തോട്ടെ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാനുള്ള ഒരു റീസൺ ഞാൻ പറഞ്ഞല്ലോ. എല്ലാവർക്കും കുറച്ച് പേർക്ക് ഡൗട്ടുണ്ട്, നൂറ എൻ്റെ കൂടെ പഠിച്ചതാണോ എന്നൊക്കെ. നൂറ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അതിൽ നൂറയും കൂടി ഇപ്പോൾ സബ്സ്ക്രിപ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ ഒരു പൈസ ഒരു ദിവസം കൊണ്ട് എത്ര പേരാണ് അവരെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഒരു ദിവസം കൊണ്ട് 629 പേരോളം സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നു. ഒരു മാസത്തേക്ക് 399 രൂപ കൊടുത്തിട്ട് ഇവരുടെ ഇത് കാണാനായിട്ട്. എന്താ അല്ലേ? അപ്പോൾ ഒരു ദിവസം ഇപ്പം മൊത്തം എനിക്ക് തോന്നുന്നു 845 പേരോളം നൂറയുടെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആദിലയുടെ 600 സംതിങ്. അങ്ങനെ ആദിലക്ക് എനിക്ക് തോന്നുന്നു ആദിലക്ക് ഇതുവരെ കിട്ടി, ഒരു ദിവസം കൊണ്ട് ആദിലക്ക് കിട്ടിയിരിക്കുന്നുണ്ട് 2,10,672 രൂപയാണ് ഒരു ദിവസം കൊണ്ട് സബ്സ്ക്രിപ്ഷനിലൂടെ ആദിലക്ക് കിട്ടിയിരിക്കുന്നത്. നൂറക്ക് 3,46,731 രൂപ ഒരു ദിവസം കൊണ്ട് കിട്ടിയിരിക്കുക. ഇവരുടെ എന്തൊക്കെയാണോ നടക്കണം? ഇത്ര രൂപ കൊടുത്തിട്ട് ആൾക്കാർ ഇത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താ നടക്കണമെന്നാവോ? സോഷ്യൽ മീഡിയയിൽ മൊത്തം ഇതിനെക്കുറിച്ച് ചർച്ചയാണ്. ഇപ്പം നോമ്പ് മാസത്തിൽ തന്നെ ഇങ്ങനെ ഒരു പരിപാടി വേണമായിരുന്നോ, അത് വളരെ മോശമായി പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താരങ്ങളുടെ നേരെ ഒരുപാട് പേര് ഇപ്പം മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ
നമ്മളൊക്കെ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം, അവർ തുനിഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അവർ നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല, അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യത്തുള്ളൂ. ബിഗ് ബോസ് വന്നിട്ടുണ്ടല്ലോ, അവരവരുടെ ഫെയിം നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെ ഫണ്ട് ഇങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടാണ് രണ്ടാളും പോകുന്നത്. ഇപ്പോൾ ലൈവിലൊക്കെ വന്ന് ഇത്ര ഹേറ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പോലും ലൈവിലൊക്കെ വന്ന് നന്മമരം ചമയ 100 ഇതുവരെയും പോസ്റ്റ് ചെയ്തിരിക്കുന്നത് 12 സ്റ്റോറികളും ഒരു പോസ്റ്റും. 12 സ്റ്റോറിയും ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ 845 പേരാണ് നൂറയുടെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അത് 399 രൂപ കൊടുത്തിട്ട്. കുട്ടികളൊക്കെ എന്തിനാ വെറുതെ നശിപ്പിക്കുന്നത്, എന്തിനാ നാട്ടുകാരുടെ സമാധാനം കളയുന്നത്, തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മോന്ത കാണുന്നു എന്ന് പറഞ്ഞ് പലരും പരാതിയാണ് പറയുന്നത് ഇപ്പം നമ്മളോട്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വല്ലതൊക്കെ ചെയ്യുന്നതിന് കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. നിങ്ങളുടെ കാണാൻ താല്പര്യമുള്ളവർ മാത്രം അതിൽ കയറട്ടെ. അപ്പോൾ അറിയാലോ എത്ര ആരൊക്കെയാണ് രേണുവിൻ്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ളത്. ഇപ്പോൾ ഇതുപോലെ താഴെ വന്ന് നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ട് അവിടെ പോയിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുമല്ലോ പകൽമാന്മാർ ആരൊക്കെയാണെന്ന് നമുക്ക് അറിയാലോ. അപ്പോൾ അങ്ങനെ ചെയ്യാനായിരിക്കും രേണു നല്ല ഐഡിയ കേട്ടോ. എത്ര ലക്ഷമാണ് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരു ദിവസത്തെ എമൗണ്ടാണ് കേട്ടോ ഞാനീ പറഞ്ഞത്. അപ്പോൾ ഇനിയുണ്ട് ദിവസങ്ങൾ. അപ്പോൾ രേണു നല്ല ഐഡിയ ആണ്. രേണു നോക്കൂ പ്ലീസ്. രേണു പ്ലീസ് സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യൂ. രേണു വെറുപ്പിക്കല്ലേ, നാട്ടുകാർ വെറുപ്പിക്കാണ്ട് അങ്ങനെ വല്ലതും ചെയ്യൂ രേണു പ്ലീസ്. രേണുവിന് പൈസയും കിട്ടും. രേണുവിൻ്റെ വീഡിയോ കാണുന്നവർക്ക് മാത്രം അത് കണ്ടാൽ പോരെ. രേണുവിൻ്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ രേണു അതിനകത്ത് കൊടുക്കൂ പ്ലീസ്. ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് കൂട്ടണം. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്കറിയാൻ കാണുന്നുണ്ടെന്ന് റിക്വസ്റ്റ് ആയിട്ട് കൂട്ടണം കേട്ടോ. ഇതിന് കൂടെ ഞാൻ മറ്റൊരു കാര്യം കൂടി ചേർക്കട്ടെ. ഞാൻ എൻ്റെ മറ്റേ ചാനലിൽ ഏറ്റവും കൂടുതൽ അനുവിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സെക്കൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്തല്ലോ, നമ്മുടെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തല്ലോ. ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴും എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അനുവിനെ ഞാൻ സപ്പോർട്ട് ചെയ്യണത് ആർക്കൊക്കെയോ എന്തൊക്കെയോ ഒരു സൈക്കായ്മ ഉണ്ട്. എന്തിനാണ് ഞാൻ എൻ്റെ ചാനലല്ലേ സപ്പോർട്ട് ചെയ്യണേ? നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞാൻ എൻ്റെ ചാനലിൽ എനിക്കിഷ്ടമുള്ളവരെ സപ്പോർട്ട് ചെയ്യും. എനിക്കിഷ്ടപ്പെടുന്ന ആ വ്യക്തിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അവർ ചെയ്യുന്നതോ പ്രവർത്തിക്കുന്നതോ പറയുന്നതോ ജെനുവിനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അതായത് ചുമ്മാ കണ്ടന അടകുടനെ ഒന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവർ ഓക്കെയാണ്, അവർ അടിപൊളിയാണ്, അവർ നല്ല മെസ്സേജാണ്, നല്ല വ്യക്തികളാണെങ്കിൽ അവരെ ഞാൻ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടും. എന്ന് കരുതിക്കൊണ്ട് ഇങ്ങനെ പാഷാണത്തിൽ കൃമി കളിക്കാൻ വരല്ലേ, അല്ലെങ്കിൽ ഇടങ്കോലിടാൻ വരല്ലേ എന്നുള്ളൊരു റിക്വസ്റ്റ് എനിക്ക് നിങ്ങളോടുണ്ട്. എനിക്കറിയാം ഇതാരാണ് ഇതിൻ്റെ പിന്നിലൊക്കെ എന്നുള്ളതെന്ന്. ഫേക്ക് ഐഡിയിൽ നിന്ന് അനുവിന് അയക്കുന്ന മെസ്സേജിൻ്റെ പിന്നിലും ഇതേപോലെ എനിക്ക് വരുന്ന കമൻറ്റുകൾ, എനിക്ക് വരുന്ന മെസ്സേജിൻ്റെ പിന്നിലും ആരൊക്കെയാണെന്നുള്ള അതൊക്കെ മനസ്സിലായി. അപ്പോൾ നിങ്ങളുടെ ബിഗ് ബോസ് കളിയൊക്കെ ഉണ്ടല്ലോ, ബിഗ് ബോസ് വീടിൻ്റെ അകത്ത് മതി, പുറത്തിറങ്ങിയിട്ട് എന്തിനാ? എല്ലാവരും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഉള്ള ആൾക്കാരാണെന്നില്ല. ബിഗ് ബോസ് കളി കളിക്കാനാണെങ്കിൽ അത് ബിഗ് ബോസിൻ്റെ അകത്ത് കളിക്കാം, പുറത്ത് വേണ്ട. ഇത് കാണുന്നവർക്ക് മനസ്സിലായി കാണും ഞാൻ ആരോടാണ് ഇത് പറഞ്ഞതെന്നുള്ളത് കേട്ടോ. അപ്പം ഞാൻ അനുവിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്നത് ആർക്കെങ്കിലും ദഹിക്കായ്മ ഉണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം കുടിച്ച് അങ്ങോട്ട് സമാധാനിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുപോലെയൊക്കെ എല്ലാവർക്കും